ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ എന്റെ വീട്ടിലേക്കല്ല, അച്ചാച്ചന്റെ വീട്ടിലേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇരിക്കുവല്ല, നിൽക്കുക. അപ്പൊ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴേ കൺഫ്യൂഷനും ടെൻഷനും ആയല്ലോ, ഒരു ക്യൂരിയോസിറ്റി. അപ്പം ഞാനാണെങ്കിൽ കുറേ നാൾ കൂടി പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷം, എക്സൈറ്റ്മെൻറ്റ് എല്ലാം ഉണ്ട്. നമ്മൾ കുഞ്ഞാവി ഇത്രയും ഇത് 4 മാസം 5 മാസം സ്റ്റാർട്ടിങ് ആയി. പിന്നെ വീട് കുറച്ച് അത്യാവശ്യം മാത്രമാണ് പോകുന്നത്. ഞാൻ തന്നെ പോകേണ്ടിയിരുന്നായിരുന്നു. പിന്നെ തന്നെ പോയിട്ട് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫ്ലാറ്റിൽ ഇവിടെ ഒറ്റയ്ക്കായി പോകും. വീട്ടിൽ കൊണ്ടുവിടാന്ന് വെച്ചാൽ അത്രയും ദൂരം യാത്ര ചെയ്യണം. ഒരു മണിക്കൂർ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകാം. അപ്പോൾ ഇവിടെ പോയിട്ട് ഒത്തിരി നാളായി. അപ്പം പതുക്കെ പോകാനൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലും പുറത്തുനിന്നൊക്കെ കഴിച്ച് പതിയെ സമാധാനമായിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ക്ഷീണമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ബൈക്കിന് പോകുന്നതുകൊണ്ട് അല്ലേ. കുറച്ച് സാധനങ്ങൾ നമുക്ക് അങ്ങോട്ടൊന്നും കൊണ്ടാനില്ല, ഇങ്ങോട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഒത്തിരി ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ പോയതുകൊണ്ട് ബൈക്കിന് പുറകെ വെച്ച് വെട്ടിക്കൊണ്ട് വരാൻ പറ്റി. പക്ഷേ ഈ പ്രാവശ്യം ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒക്കെ ബാഗിൽ അത്യാവശ്യം കൊണ്ടുവരാൻ പറ്റില്ല. ഏകദേശം എല്ലാം കൊണ്ടുവന്നു. പിന്നെ അത്യാവശ്യം ഡ്രസ്സോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ കാണണം, അതെടുക്കാൻ വേണ്ടി എടുക്കണം. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ടല്ലേ എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഏതായാലും പറ്റുന്ന പോലെ നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ റൂട്ടൊക്കെ നിങ്ങളെല്ലാം ഏകദേശം കണ്ടതല്ലേ അല്ലേ, അതുകൊണ്ട് എന്നാലും പറ്റുവാണെങ്കിൽ വഴിയൊക്കെ എങ്ങനെയാണ്, വഴി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ പോകണം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ചെന്നു. പിന്നെ ഇടയ്ക്ക് പൊട്ടിപ്പൊളിഞ്ഞ വഴികൾ ഇതുണ്ട്, വേറെ നടക്കേണ്ടി വരും. അതാണ് അതിനേക്കാൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഫെബ്രുവരി മാസം നടക്കാനില്ല. എന്താണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അത്യാവശ്യം എല്ലാം ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഇപ്പോഴാണെങ്കിൽ പോലും ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഹെൽത്തിൽ പോയായിരുന്നു. അപ്പം ഇതുപോലെ വഴി പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ട് അന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു ഞങ്ങൾ തിരിച്ചു പോകും. പിന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ തീരുമാനിച്ചു എത്ര നടക്കാണ് പറഞ്ഞാൽ കുടയൊക്കെ ആയിട്ടാണ് പോയത്. കാരണം വെയിലുണ്ടായിരുന്നു, കുടയൊക്കെ ആയിട്ട് പോയി. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൂടെ തൊട്ടാണ് ഹെൽമെറ്റൊക്കെ വെച്ച് വന്നത്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഹെൽമെറ്റ് വെക്കേണ്ട കാരണം ഷൂ ആയിരുന്നു ഇട്ടിരുന്നത്. ഷൂ ഊരി കൈ പിടിച്ചു, ഹെൽമെറ്റ് തലയിൽ വെച്ചു, എന്നിട്ടാണ് നടക്കുന്നത്. വരുന്നവരും പോണവരും ഒക്കെ ഹെൽമെറ്റ് ഒക്കെ ആയിട്ട് ഷൂ ഇടും. കുറെ പേര് വെച്ചാൽ പറ്റിയാണ്. ഈ പ്രാവശ്യം ഹെൽമെറ്റ് വെക്കാൻ ഹെൽമെറ്റ് തന്നതിൽ കുറെ പിടിപ്പോയി കുഴപ്പമില്ല, നോർമലായിട്ട് നടന്നു പോകുന്നത് വിചാരിക്കുള്ളൂ. അതെ, ഇപ്രാവശ്യം അതുപോലെ നടക്കാനില്ല, എന്നാലും കുറച്ച് നടക്കും, കുഴപ്പമില്ലല്ലോ. പിന്നെ ആളുകൾ റിലീഫ് ആവും. കുറെ ദൂരം നടന്നു പോകുമ്പോൾ നമ്മൾ വണ്ടി ബൈക്ക് സാധാരണ നിർത്തിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങൾ പോയിട്ട് വരാം അല്ലേ. നമ്മൾ 2 മാസം മുന്നേ ഇവിടുന്ന് കണ്ടേച്ച് പോയി. നമ്മുടെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ, പൂച്ചക്കുട്ടനാണിത്. അവൻ ദാണ്ട് ഇവിടെയുണ്ട്. നമ്മളെ കണ്ടിട്ട് അവന് മനസ്സിലായി കേട്ടോ, അവന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നല്ല സന്തോഷം. ഇത് നമ്മുടെ താഴത്തെ വീട്ടിലെ പട്ടിക്കുഞ്ഞാണ് കേട്ടോ. ഇതിങ്ങനെ കയറി വരും എപ്പോഴും. ഞങ്ങളുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഞങ്ങളല്ലേ പുറത്തിറങ്ങാറുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഞങ്ങൾ കണ്ടിട്ട് അത് ഓടി കയറി വന്നതാണ് കേട്ടോ. ഞാൻ വിചാരിക്കായിരുന്നു മൃഗങ്ങളുടെയൊക്കെ ഒരു സ്നേഹമൊന്നും. അച്ഛയുടെ തലയിൽ കയറാൻ തുടങ്ങണം. അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ എത്തി. നമ്മുടെ മുറ്റം നോക്ക്, കടൽ പോലെ കിടക്കുകയാണ്. വെള്ളം അതിലേക്ക് വെള്ളം ഒഴുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര മഴയാണ്. അപ്പോൾ നമ്മൾ ഏതായാലും നമ്മുടെ മുറ്റം കടലായിട്ട് കിടക്കല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഇതാണ്ട് വെള്ളം ഒഴുക്കി വിടാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് വെള്ളം നമ്മുടെ 2-3 വെള്ളം ഇവിടെ കിടപ്പുണ്ട്. അങ്ങോട്ട് നീക്കി വിട്. ഇത് ഇവിടെ കിടക്കുന്നതിനെ അങ്ങോട്ട് എടുത്ത് വിട്. അയ്യോ, ആക്സിഡന്റ്. നീ ഉണ്ടോ? എങ്ങനെയുണ്ട് വള്ളംകളി? നമ്മൾ വീടിനുള്ളിൽ നടത്തുകയാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വെട്ടമില്ല. ഇതൊക്കെ കുഞ്ഞിലെ നമ്മൾ ചെയ്യുന്നതല്ലേ അല്ലേ. നീ മൂവ് ആവുന്നില്ല. അയ്യോ, എന്റെ വള്ളത്തിനകത്ത് വെള്ളം കേറി. അച്ചാച്ചാ, അതെന്റെ നേരത്തെ ഉണ്ടാക്കിയിട്ടേക്കുന്നയാ. ബാക്കിയൊക്കെയോ എത്ര നേരം കിടക്കുന്നത് ബാക്കിയൊക്കെ എന്നാ പറ്റിയേ? ഇപ്പൊ വെള്ളം കിടന്ന് നോക്കിയോ.
ഭയങ്കര സാധനമാട്ടോ. ആ ലൈറ്റ് ഇടാവോ പോയി? സ്വന്തം സാധനം മാത്രം നോക്കുള്ളൂ. ഒരു വെട്ടവും ഇല്ല അതിട്ടിട്ട്. ഞാൻ ഓർക്കേ ചെയ്ത് ലൈറ്റ് ഇട്ടിട്ടെന്നെ വെട്ടമില്ലാത്തത്. നല്ല വൈബല്ലേ? നമ്മൾ കുട്ടിക്കാലത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാണ് ഇതൊക്കെ അല്ലേ? കാണത്തില്ല താങ്കളുടെ തല. ഈ മഴ മുഴുവൻ നനയണ്ടായിരുന്നു കേട്ടോ. ഒരു ജസ്റ്റ് മിസ് എന്ന് പറയാം. അത്രയ്ക്ക് പെട്ടെന്ന് വന്നു. ഇത് വണ്ടി അവിടെ മൂടിയിട്ടു. അവിടെ പുറത്ത് കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. വണ്ടി കൂടി ഒഴുകിക്കൊണ്ട് പോകുന്നു എനിക്ക് തോന്നുന്നത്. അതുപോലത്തെ മഴ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? വീട്ടിൽ വിളിച്ചപ്പോ ഒരു തുള്ളി മഴ പോലും പെയ്തിട്ടില്ല. വെള്ളം കെട്ടി മഴയുടെ ഇത് കാണുന്നതായിരിക്കും. സൗണ്ടിന് വ്യത്യാസമാണ്. എന്നാ അറിയാവോ? വെള്ളം കെട്ടിക്കിടക്കണമെന്ന് പറഞ്ഞാൽ വേറെ വിചാരിക്കരുത്. ഇത് അവിടെ ഈ മണ്ണ് മൊത്തം ഒഴുകി പോകും. അത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ വെള്ളം പോകും കേട്ടോ. കണ്ടോ? കണ്ടു അവിടെ ഒരു ഉണ്ട്. അതിൽ വിട്ടാൽ മതി. നമ്മളത് ഈ മണ്ണിൽ മുഴുവൻ ഒഴുകി പോകും. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്കെല്ലാം വെള്ളം അടിച്ച് കയറി കേട്ടോ. സിറ്റൗട്ടിലോട്ടെല്ലാം വെള്ളം അടിച്ച് കയറി. ഭയങ്കര മഴയാണ്. അവര് തമ്മിൽ ഭയങ്കര ഐക്യം. അത് മൂന്ന് എന്റെ ആണോ? മുങ്ങി ചത്താലും പക്ഷെ ഇതെന്റെതാ. ഞാൻ എന്നറിയാമോ? അതിച്ചിരി വലിപ്പത്തിലാക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തപ്പോഴാണ് അതിന് കട്ടി കുറഞ്ഞു പോയത്. അതുകൊണ്ട് അത് മുങ്ങിപ്പോയി. എന്റെ അത് എത്ര നേരം ഇവിടെ വേണ്ടിട്ട് ആദ്യം പോയതാ ഇത്. എന്തിയാ എനിക്കറിയില്ല. ഞാനൊരെണ്ണം വിട്ടു. അച്ഛനൊരു വെള്ളം വീട് അതിനെ ഒഴുക്കി. നമ്മുടെ വൈബ് കാണിച്ച് നിങ്ങളെ കാണിച്ചു തന്നു. എല്ലാവർക്കും നന്ദി. കണ്ട് ആസ്വദിച്ചു. ഞങ്ങള് ചെറിയ പിള്ളേരായി. ഞങ്ങളൊരു 10 വയസ്സും 12 വയസ്സിലേക്കൊക്കെ ആയിട്ട് ഞങ്ങള് അത്രയും തന്നെ ഇല്ല. അപ്പൊ ശരി കേട്ടോ. കിളവനും അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. എവിടെ നമ്മുടെ ആളുകൾ? ബൈ ബൈ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മഴ കേട്ടോ. സത്യം പറഞ്ഞാൽ മഴ ഞങ്ങൾ എൻജോയ് ചെയ്തു അല്ലേ? ഇവിടെ വന്നിട്ട് ഇത്രയും നല്ല മഴ. നമ്മുടെ കട്ടപ്പനയിലൊന്നും നമുക്ക് മഴയെ കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഇടയ്ക്കൊക്കെ രണ്ടുമൂന്ന് മഴ പെയ്തെന്നാണ് മമ്മിയൊക്കെ പറഞ്ഞത്. എന്തായാലും അത് കുറേ ദിവസം കൂടി മഴ കണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷം. അത് വന്ന പാടെ നല്ല മഴയായിരുന്നു. ഞങ്ങൾ ശരിക്കും മടുത്താണ് എത്തിയത് കേട്ടോ. അപ്പം എന്താ പറയുക, എനിക്ക് സന്തോഷമുണ്ട്. അതെ, നമ്മൾ നാളെ രാവിലെ തിരിച്ചു പോകും അല്ലേ? നാളെ നമ്മൾ തിരിച്ചു പോകും. നമ്മൾ പതുക്കെയാണ് കേട്ടോ വന്നത്. നമ്മൾ വഴിയിലൊന്നും അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഓർത്ത് മഴയ്ക്ക് നല്ല മൂടലുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് ചെല്ലണം എന്നുള്ളത് കൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി നിർത്തിയില്ല. അല്ലെങ്കിൽ തന്നെ നല്ല ക്ഷീണമായിരുന്നു. അപ്പം നമ്മളിപ്പം ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇച്ചിരി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും വരവ് നടക്കില്ല അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോരാനായിട്ട് തീരുമാനിച്ചത്. അപ്പം എന്താ പറയുക, ഭയങ്കര സന്തോഷം. കുറേ നാളുകൂടി, അത് പറഞ്ഞാൽ ഒത്തിരി നാളൊന്നും ആയില്ല, 2 മാസം 2.5 മാസം ആയതുള്ളൂ. പക്ഷെ ഒരുപാട് നാളുകൂടി വന്ന ഒരു ഫീലുണ്ട്. അച്ഛയ്ക്ക് എന്താ, അച്ഛൻ ഈയിടെ പോകുന്നൊന്നും കുഴപ്പമില്ല അല്ലേ? പിന്നെ ഇവിടെ ഇത്തിരി വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നല്ലേ? നമ്മൾ കുറേ നാളുകൂടി ഇവിടെ വന്ന് വീഡിയോ എടുത്തപ്പം എന്തൊക്കെയോ ഒരു പ്രത്യേകതകൾ, വെട്ടത്തിൻ്റെ ഒരു കുറവൊക്കെ അല്ലേ? എന്നാ പറയാനുള്ളത്? പിന്നൊന്നും പറയാനില്ല. അപ്പം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇനിയിപ്പം നമ്മൾ ഇവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. നമുക്ക് കുറേ സാധനങ്ങൾ എടുത്ത് വെക്കാനും കുറച്ച് അത്യാവശ്യം കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. പിന്നെ അതായത് കുറേ സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ട്, പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ എന്തായാലും വന്ന വീഡിയോ ബാക്കി എടുത്തില്ലല്ലോ അല്ലേ? മഴയിൽ ആസ്വദിച്ച് ഞങ്ങൾ അങ്ങ് നിന്നുപോയി. പിന്നെ പട്ടിയുടെ പൂച്ചയുടെയൊക്കെ പുറകെ പോയി അല്ലേ? എന്താ പറയാത്തൊന്നും?
നൊസ്റ്റാൾജിയ അതാണ് അച്ചിക്ക് അല്ലേ? അതില്ലാണ്ടിരിക്കില്ലല്ലോ എന്തായാലും. അത് എല്ലാവർക്കും ഉള്ളവരുടെ എല്ലാവർക്കും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞുണ്ടെന്ന് അച്ചയ്ക്ക് ഉണ്ടെന്ന്. നമ്മളിപ്പോഴാണ് കുളിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയത് കേട്ടോ. അപ്പോൾ ബാക്കി നമ്മൾ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് ഒന്നാണല്ലേ. അതെ, എന്താ പറയാനുള്ളേ? അതിനൊന്നും പറയാനില്ല. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ബൈ.